ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു മെയിൻ റോഡിൽ നമ്മുടെ വാഹനവുമായിട്ട് ലെഫ്റ്റ് സൈഡിൽ പാർക്ക് ചെയ്താണ് നമ്മുടെ വാഹനം കിടക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് എല്ലാ ഗിയറും ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ വേഗത ഏറ്റവും സ്ലോ ആക്കി നമുക്ക് എങ്ങനെ ഒരു വാഹനം ഓടിക്കാം. ഈ ഒരു രീതി പ്രാക്ടീസ് ചെയ്താൽ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ധൈര്യവും ഒരു വാഹനം പക്വതയോടെ ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സ് ഒരു വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പലപ്പോഴും ശ്രമിക്കുമ്പോൾ ഒന്നെങ്കിൽ വാഹനം ഓഫായി പോകുന്ന സാഹചര്യങ്ങളിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. ഇനി വാഹനത്തിൻ്റെ വേഗത ഇഷ്ടാനുസരണം ഒരു മീഡിയം വേഗതയിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിയുടെ വേഗത കൂടുതലായിട്ട് പോകുന്ന സാഹചര്യങ്ങളും പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഈ ടെക്നിക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് എല്ലാ ഗിയറിലും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ധൈര്യവും ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പക്വത ലഭിക്കുവാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ കൂടുതൽ സഹായിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പേജിലൂടെ നമ്മുടെ വീഡിയോകൾ കൃത്യമായിട്ടും കാണാവുന്നതാണ്. എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പോയിന്റ്സ് പറയാം. എപ്പോഴാണ് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ ഗിയറും ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് എല്ലാ ഗിയറും ചേഞ്ച് ചെയ്ത് ഓടിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളൊരു നിരപ്പ് റോഡിൽ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ മുന്നിലൊരു വാഹനം ചേർന്നാണ് പോകുന്നതെങ്കിൽ മുന്നിൽ പോകുന്ന ആ ഒരു വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഗിയർ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ ഗിയറും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്തുകൊണ്ട് വളരെ പക്വതയോടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കൂടുതൽ ധൈര്യത്തോടെ തന്നെ നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. വണ്ടിയുടെ ഗിയർ ഞാൻ ന്യൂട്രാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, പുറകിൽ നിന്ന് 1-2 വാഹനങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ചെറിയൊരു കയറ്റമാണ്, എന്നാലും നിരപ്പ് റോഡാണ്. നിങ്ങൾ നോക്കുക, ചെറുതായിട്ട് ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു. വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് നിങ്ങൾ നോക്കുക. ഞാൻ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. മാക്സിമം ഒരു 15 കിലോമീറ്റർ വേഗതയിൽ ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ക്ലച്ച് ചവിട്ടിയിട്ട് ഇതേ തേർഡ് ഗിയർ കൊടുക്കുന്നു. ഒരു 20 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഇപ്പോൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. പുറകിൽ നിന്നൊരു KSRTC ബസ് വരുന്നുണ്ട്. ഓക്കെ, ഞാനിതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് വാഹനം ഓടിച്ചു പോകുന്നത്. തേർഡ് ഗിയറിൽ പോകുന്നു. വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്ത് ഇടത്ത് ചേർന്ന് പോകുന്നു. ഈ സാഹചര്യങ്ങളിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്താണ് വാഹനം ഓടിക്കുന്നത്. അതായത് ആക്സിലറേറ്റർ ആവശ്യത്തിന് മാത്രം കൊടുത്താണ് വാഹനം ഓടിക്കുന്നത്. നിങ്ങൾ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതായത് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കൂടുതൽ വേഗത വാഹനത്തിന് വരാൻ പാടില്ല. വാഹനത്തിൻ്റെ റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ആക്സിലറേറ്റർ നിങ്ങൾ കൊടുക്കുക. അതായത് വാഹനത്തിൻ്റെ റണ്ണിങ് കുറയുമ്പോൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കണം. വാഹനത്തിൻ്റെ റണ്ണിങ് കൂടുതലായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ ജസ്റ്റ് അയച്ചു കൊടുക്കുക. വാഹനത്തിന് സ്പീഡ് കൂടിയാൽ മെല്ലെ കാല് ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, വീണ്ടും ഞാനിതേ തേർഡ് ഗിയറിൽ വാഹനം പോകുന്നു. ഒരു 20 കിലോമീറ്റർ വേഗതയിൽ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഞാൻ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ വീണ്ടും ഫോർത്ത് ഗിയർ നിങ്ങളെ കൊടുത്ത് കാണിക്കാം. ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വാഹനം പോകുന്നത്. വീണ്ടും ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. വാഹനത്തിൻ്റെ വേഗത ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ മേളിലേക്ക് വരുന്നു. ക്ലച്ച് ചവിട്ടുന്നു. ഇതേ ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. 4ാമത്തെ ഗിയറിൽ വാഹനം ഇപ്പോൾ ഒരു 20 കിലോമീറ്റർ മേളിലുള്ള ഒരു വേഗതയിലാണ് വാഹനം പോകുന്നത്. 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. വാഹനത്തിൻ്റെ വേഗത ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാനിത് മെല്ലെ 5ാമത്തെ ഗിയർ കൊടുക്കുന്നു. 5ാമത്തെ ഗിയറിലാണ് വാഹനം പോകുന്നത്.
കണ്ടില്ലേ, വാഹനത്തിന്റെ വേഗത ഏറ്റവും സാവധാനത്തിൽ കൺട്രോൾ ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. വീണ്ടും ഞാൻ ഗിയർ ഡൗൺ ചെയ്യുകയാണ്, കാരണം ഒരു വളവ് വന്നു. 4th ഗിയർ കൊടുക്കുന്നു. വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു 30 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം ഇപ്പോൾ ഈ ഒരു ചെറിയ കയറ്റം ഇപ്പോൾ കയറി പോകുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. വാഹനത്തിന്റെ വേഗത കുറച്ചും കൂടെ കൂട്ടുന്നു. വീണ്ടും ഞാനിത് 5th ഗിയർ കൊടുക്കുന്നു. എന്നാലും വണ്ടിയുടെ വേഗത നിങ്ങൾ നോക്കുക, ഒരുപാട് സ്പീഡിലല്ല വാഹനം പോകുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഓരോ ഗിയറും ചേഞ്ച് ചെയ്യുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് വേഗത കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്ക് അടുത്തൊരു ഗിയറിലേക്ക് പോകാനായിട്ടുള്ള ഒരു വേഗത നിങ്ങൾ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ക്ലച്ച് ചവിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തൊരു ഗിയർ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നോക്കുക, 5ാമത്തെ ഗിയറിലാണ് വാഹനം പോകുന്നത്. ചെറിയൊരു ഇറക്കത്താണ് പോകുന്നത്. വണ്ടിയുടെ വേഗത തീർത്തും സ്ലോ ആണ്. കാലെൻ്റെ ബ്രേക്കിലുമുണ്ട്. കണ്ടില്ലേ, ഞാൻ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത്. പുറകിൽ നിന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. വാഹനങ്ങൾ വളരെ സുഗമമായിട്ട് തന്നെ കയറി പോകുന്നു. ഓക്കെ, വീണ്ടും മുന്നിലായിട്ടൊരു വാഹനം വരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഗിയർ ഡൗൺ ചെയ്ത് വീണ്ടും ഞാനിതേ 4th ഗിയർ കൊടുക്കുന്നു. മെല്ലെ നമ്മൾ ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും അയച്ച വാഹനം ഇറങ്ങുന്നു. ഓക്കെ, വീണ്ടും ചെറിയൊരു നിരപ്പ് റോഡാണ്. മുന്നിലായിട്ട് ചെറിയൊരു കയറ്റവും വന്നു. ചെറുതായിട്ട് ആക്സിലറേറ്റർ ആവശ്യത്തിന് മാത്രം കൊടുത്ത് കയറുന്നു. ഗിയർ അഡ്വാൻസ് ചെയ്ത് ഞാനിത് 3rd ഗിയർ കൊടുക്കുന്നു. ഒരു കയറ്റത്ത് നമ്മൾ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യുമ്പോൾ ഗിയർ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 4th നിന്ന് ഞാൻ അഡ്വാൻസ് ചെയ്ത് 3rd ഗിയർ കൊടുക്കുന്നു. വണ്ടിയുടെ വേഗത വളരെ സാവധാനത്തിലാണ് ഞാൻ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത്. ഈ ഒരു തരത്തിൽ നിങ്ങൾ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് വന്നാൽ നിങ്ങൾ കൂടുതൽ ഒരു പക്വതയുള്ള ഒരു ഡ്രൈവിങ്ങിലേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ആത്മവിശ്വാസം നിങ്ങൾക്ക് വരും, കൂടുതൽ ധൈര്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഞാൻ ഫുഡ് പെഡലുകളിൽ കാലെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. വാഹനത്തിൻ്റെ വേഗത വളരെ സാവധാനത്തിലാണ് ഞാനിപ്പോൾ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് U-turn എടുത്ത് വാഹനം തിരിക്കാം. ഓക്കെ, ഞാനിതേ വീണ്ടും 3rd ഗിയറിൽ നിന്ന് നേരിട്ട് 1st ഗിയർ കൊടുത്ത് നമ്മളിവിടെ ഒരു U-turn എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ ക്ലച്ച് ആക്സിലറേറ്റർ കൺട്രോളിങ് നിങ്ങൾ നോക്കുക. വണ്ടിയുടെ വേഗത ഏറ്റവും സാവധാനത്തിൽ കൺട്രോൾ ചെയ്താണ് ഞാൻ തിരിയുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ക്ലച്ച് ആക്സിലറേറ്ററിൻ്റെ ഒരു കൺട്രോളിംഗ് ആണ് ഏറ്റവും നല്ല രീതിയിൽ വേണ്ടത്. ഓക്കെ, ഞാൻ വീണ്ടും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. U-turn എടുക്കുകയാണ്. ഓക്കെ, U-turn എടുത്തു. വീണ്ടും വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. വണ്ടിയുടെ വേഗത തീർത്തും കൺട്രോൾ ചെയ്ത് ഇത് ഇറക്കം ഇറങ്ങുകയാണ്. 2nd ഗിയർ കൊടുക്കുകയാണ്. ഇറക്കത്ത് നമ്മൾ വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഇത് 2nd ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഓൾറെഡി ഇറക്കമായതുകൊണ്ട് തന്നെ നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കേണ്ട കാര്യമില്ല അടുത്തൊരു ഗിയർ കൊടുക്കാനായിട്ട്. ജസ്റ്റ് ബ്രേക്കിൽ കാല് വെച്ചിട്ട് ഇതേ ക്ലച്ച് ചവിട്ടുക, 3rd ഗിയർ അങ്ങ് കൊടുക്കുക. അപ്പോൾ 3ാമത്തെ ഗിയറിൽ വണ്ടി തീർത്തും സ്ലോ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ഇറക്കമായതുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടി 4th ഗിയർ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിരപ്പ് റോഡാണ്. ഇറക്കമായതുകൊണ്ട് 4ാമത്തെ ഗിയറിൽ പോകുന്നു. വീണ്ടും ഞാൻ 5ാമത്തെ ഗിയറും കൂടി ഇട്ട് കാണിക്കാം. ഓക്കെ, ക്ലച്ച് ചവിട്ടുന്നു, 5ാമത്തെ ഗിയർ കൊടുക്കുന്നു. കണ്ടില്ലേ, ഞാൻ റണ്ണിങ്ങിൽ തന്നെയാണ് ഓരോ ഗിയറും കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാല് മെല്ലെ ബ്രേക്കിലുണ്ട്. 5ാമത്തെ ഗിയറിലാണ് വാഹനം ഏറ്റവും പതിയെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കൺട്രോൾ ചെയ്താണ് ഞാനിപ്പോൾ വാഹനം പോകുന്നത്. ഓക്കെ, ഇപ്പോൾ 5ാമത്തെ ഗിയറിൽ പോകുന്നു. ഇനി ഒരു കയറ്റം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. മുന്നിലായിട്ട് ഒരു കയറ്റമുണ്ട്. എൻ്റെ കാലിതേ ബ്രേക്കിൽ വരുന്നു. ഞാനിത് വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്താണ് പോകുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. ഒരുപാട് വാഹനത്തിന് വേഗതയില്ല. ഓക്കെ, വീണ്ടും ചെറിയൊരു ഇറക്കമിറങ്ങി നമ്മളൊരു കയറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞില്ലേ, ഗിയർ അഡ്വാൻസ് ആയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാനിത് ഇവിടുന്ന് തന്നെ 4th ഗിയർ അങ്ങ് കൊടുക്കുകയാണ്. കയറ്റം കയറുന്നതിന് മുന്നേ 4th ഗിയർ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. 4ാമത്തെ ഗിയറിലാണ് വാഹനം പോകുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് വാഹനത്തിൻ്റെ വേഗത കുറച്ചും കൂടെ സാവധാനമാക്കണം, കയറ്റമായതുകൊണ്ട് തന്നെ. അപ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ച് കൊടുക്കുക, വീണ്ടും 3rd ഗിയർ കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക, ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. കണ്ടില്ല, വണ്ടിയുടെ വേഗത ഏറ്റവും സാവധാനത്തിൽ കയറി പോവുകയാണ്. ഇടത്ത് ചേർന്ന് പോകുന്നു. പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോവുകയാണ്. ഓക്കെ, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് 4th കൊടുക്കാം. 4th കൊടുക്കുമ്പോഴും ലൈറ്റായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ച് ചവിട്ടി 4th ഗിയർ കൊടുക്കുക. 4ാമത്തെ ഗിയറിൽ വാഹനം പോകുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് 5th വേണേൽ കൊടുക്കാൻ കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ആക്സിലറേറ്റർ കൊടുക്കുന്നു, 5th ഇതേ കൊടുക്കുന്നു. 5ാമത്തെ ഗിയർ ഞാൻ കൊടുക്കുകയാണ്. 5ാമത്തെ ഗിയറിലാണ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ചെറിയൊരു വൈബ്രേഷൻ വാഹനത്തിന് വരുന്നു. അപ്പോൾ 5ാമത്തെ ഗിയർ പോകാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, 4th ഗിയർ കൊടുക്കുന്നു. വീണ്ടും നമുക്ക് 5ാമത്തെ ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേറ്റർ ഒന്ന് കൊടുക്കുക. പിന്നെ മാക്സിമം വളവുകളിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. വളവൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്ത്, ഓക്കെ നിങ്ങൾ നോക്കുക, ഞാനിത് 3rd ഗിയർ കൊടുത്തു. മാക്സിമം സാവധാനത്തിൽ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വാഹനം പോകുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. മാക്സിമം വലിയ ഗിയറിലേക്ക് നമ്മൾ വളവുകളിൽ വാഹനത്തിന് വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് വരിക. 3rd ഗിയറിലാണ് വാഹനം പോകുന്നത്. വളവും തിരിവും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ 4th ഗിയറും 5ാമത്തെ ഗിയറും നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ 3rd ഗിയറിലേക്ക് വന്ന് വാഹനത്തിന് വേഗത കൺട്രോൾ ചെയ്ത് വാഹനം പോകുന്നു. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ മെച്ചപ്പെടുവാനായിട്ട് സഹായിക്കും. ഏറ്റവും സാവധാനത്തിൽ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ സഹായിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം, നമുക്കൊരു വാഹനത്തിൻ്റെ വേഗത വളരെയധികം കൺട്രോൾ ചെയ്ത് നമുക്ക് എല്ലാ ഗിയറും ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു നിരപ്പ് റോഡിൽ അല്ലെങ്കിൽ ഒരു മെയിൻ റോഡിൽ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് 2nd ഗിയറിലേക്കോ അല്ലെങ്കിൽ 3rd ഗിയറിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാഹനത്തിന് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ടുള്ള ഒരു ആക്സിലറേറ്റർ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ചെറിയ രീതിയിലുള്ള ഒരു ആക്സിലറേറ്റർ കൊടുത്താണ് ഓരോ ഗിയറും ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തിരക്കില്ലാത്ത സാഹചര്യങ്ങളിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറെ കൂട്ടത്തിൽ ഇരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.